അരുൺ മതീശ്വരൻ സംവിധാനം ചെയ്ത് ലോകേഷ് കനകരാജ് നായകനായിട്ട് അനിരുദ്ധ് മ്യൂസിക് ചെയ്തു വന്ന പടം DC. ഞാൻ ഇന്നിറങ്ങണതിൽ ഏറ്റവും കൂടുതൽ കാത്തിരുന്ന പടം അതാണ്. കാരണം പതാനീസ റിസാനി അത് മാത്രമല്ല, ഇതിൽ കുറേ ബാക്ക്ഗ്രൗണ്ട് ട്രാക്കുണ്ട് ഈ പടത്തിൽ അനിരുദ്ധ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഇതിൽ നമസ്തേസ്തു ഭഗവൻ എന്നൊരു സാധനമുണ്ട്. എൻ്റെ പൊന്നെ കേട്ടപ്പോൾ തന്നെ എന്നെ വേറെ യൂണിവേഴ്സിലോട്ട് അടിച്ചിട്ട് അമ്മാതിരി സാധനം. ഇന്നലെ രാത്രി 40 മിനിറ്റ് ലെങ്ത് ഉള്ള ഒരു OST ഇറക്കി വിട്ടു. ഒരു രക്ഷയില്ലാത്ത വർക്ക്. അതിൻ്റെ പൂർണ്ണത ഇതിൽ കാണാം. ഈ പടത്തിൽ അനിരുദ്ധ് ചെയ്തു വെച്ചിരിക്കുന്നത് അത് മാത്രം കാണാൻ വേണ്ടി പോവാം. അത് മാത്രമല്ല പടത്തിലുള്ളത്, ഞാൻ പറഞ്ഞു ഇത് ധാരാളം നമുക്ക് പൈസ പുറത്താണിത്. ഒരുപാട് നമ്മൾ കേൾക്കാത്ത സാധനങ്ങളും അതിനകത്തുണ്ട്. ഒരു വേടൻ്റെ ഒരു റാപ്പ് വെച്ചിട്ടുള്ള ഒരു ചെറിയ പരിപാടി ഉണ്ട്. അതിലേക്ക് നയിക്കുന്ന ഒരു ലെങ്തി ആയിട്ടുള്ള ഒരു മ്യൂസിക് ട്രാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്ത് കിടില സാധനമാണത്. അതുപോലെ ഈ നമ്മളെ പതാനി പൂക്കി മുഖ്യമന്ത്രിയുടെ മറ്റേ അത് ഇൻ്റർവൽ ബ്ലോക്കിൻ്റെ അടുപ്പിച്ചാണ് അത് ചെയ്തിരിക്കുന്നത്. ആ സീനും കൂടി ബ്ലെൻഡ് ചെയ്ത് അത് എലിവേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് തിയേറ്ററിൽ ഗൂസ് ബംസ്. ഈ നമസ്തേസ്തു ഭഗവൻ ഉണ്ട്, പക്ഷേ ആ സാധനമില്ല. നമസ്തേസ്തു ഭഗവൻ ആ പറയണില്ല, പകരം അവർ വേറെ ഏതൊക്കെ രീതി ആൾട്ടർ ചെയ്ത് വിട്ടിരിക്കണം. അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് കാണാനാണ് മെയിനായിട്ട് ഞാൻ കൊതിച്ചിരുന്നതായിരുന്നു. അനിരുദ്ധ് അറിഞ്ഞ് പണിയുടെ അനിരുദ്ധിൻ്റെ വൺ ഓഫ് ദി ബെസ്റ്റ് വർക്ക് എന്ന് ഞാൻ നിസ്സംശയം പറയാം. ഇന്നാൾ AR റഹ്മാൻ പറയുന്നുണ്ടായിരുന്നു, നിങ്ങളിങ്ങനെ ഹിപ്പ് ഹോപ്പ് മറ്റൊന്നും കളിച്ച് കിടക്കാതെ നമ്മുടെ കർണാട്ടിക് മ്യൂസിക് കൂടി ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ എന്ന് പറഞ്ഞു. കാരണം അവരുടെ ഒരു കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ AR റഹ്മാൻ, ഇളയരാജ് ഇവരൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് കൈമാറി കൊണ്ടുപോകാൻ നമുക്ക് കുറച്ച് ആൾക്കാരല്ലേ ഉള്ളൂ. അനിരുദ്ധ്, ജെയ്ക്സ് ബിജോയും സായി അബങ്കറൊക്കെ. അപ്പോൾ അവരൊക്കെ അത് ട്രൈ ചെയ്യണ്ടേ. ഓക്കെ സർ എന്ന് പറഞ്ഞ് അതിനുവേണ്ടി ശ്രമിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അന്യായ വർക്ക്. ഇനി കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഗോട്ടെന്നുള്ള സാധനം മിക്കവാറും അടിച്ചുകൊണ്ട് പോകും. അനിരുദ്ധ് എനിക്ക് കണ്ട കൊള്ളാൻ എല്ലാം അയാൾക്ക് ചെയ്തിട്ടുണ്ട്. അയാൾ ഇതിൽ എത്ര തരം ഇമോഷൻസ് ഈ സിനിമയിലുണ്ട്. എല്ലാത്തിലും അയാൾ പക്ക സാധനമാണ് കൊടുത്തു വെച്ചിരിക്കുന്നത്. അതുപോലെ ലോകേഷിൻ്റെ ശബ്ദം മൻസൂർ അലി ഖാനപ്പന ഒക്കെ ഇരിക്കുന്നെങ്കിലും കിട്ടില്ല പെർഫോമൻസ് കേട്ടോ. ഒരു ഒരു ഡയറക്ടർ ഒരു ആക്ടർ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യും. ആ ഒരു ഡയറക്ടർ ഒന്നും അഭിനയിക്കണം അങ്ങനെ ഒരു സാധനമില്ല നമുക്ക്. ദിലീഷ് പോത്തനൊക്കെ പോലെ എന്താ വലിയ എക്സ്പ്രഷൻ കാര്യങ്ങളൊന്നും ഉള്ള ഒരു ക്യാരക്ടറല്ല, പക്ഷേ ചെയ്യേണ്ടത് വൃത്തികേടാക്കാതെ ചെയ്തിട്ടുണ്ട് ലോകേഷ്. അതുപോലെ അരുൺ മതീശ്വരൻ ഡയറക്ഷൻ. എനിക്ക് ഡൗട്ടുണ്ട് ഇതിൽ ലോകേഷ് നല്ല രീതിയിൽ കൈവച്ചിട്ടുണ്ട്. കാരണം ലോകേഷിൻ്റെ സിനിമക്കൊരു ഒരു പ്രത്യേക ഒരു സുഖമുണ്ട്. ആ ഒരു എഡിറ്റിംഗ് പാറ്റേണിനും ഈ ലിയോയുടെ ഇൻ്റർവൽ ബ്ലോക്കിൽ 2 കാര്യങ്ങൾ ഒരേ സമയം നടക്കുമ്പം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് സീൻ മാറ്റി കളിച്ചിട്ട് ഇയാളുടെ ഇത് കുറേയിടത്ത് ആ ഒരു എലിവേഷൻ പരിപാടി ഈ സിനിമയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ലോകേഷ് നല്ല രീതിയിൽ കൈവച്ചിട്ടുണ്ട്. ആൻഡ് പടം എങ്ങനെയുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് കുറച്ച് ദിവസമായിട്ട് ലോകേഷ് സംവിധാനം ചെയ്ത സിനിമകൾ കാണാൻ പോകുമ്പോഴേക്കും ഒരു നിരാശയുണ്ട്. കൂലി നിരാശപ്പെടുത്തി, ലിയോയുടെ ഫ്ലാഷ് ബാക്കൊക്കെ കുറച്ച് ബോറായിരുന്നു. ലോകേഷിൽ നിന്ന് എന്ത് എക്സ്പെക്റ്റ് ചെയ്ത് നമ്മൾ പോകുന്നു, ആ എക്സ്പെക്റ്റേഷൻ ഈ സിനിമ മീറ്റ് ചെയ്തിട്ടുണ്ട്. കിടിലം പടം എന്ന് പറഞ്ഞാൽ ത്രൂ ഔട്ട് ആദ്യത്തെ കുറച്ച് സമയം ഒരു കഴിച്ചിലുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ പീക്ക് സ്ക്രിപ്റ്റ്, പീക്ക് മേക്കിങ്, പെർഫോമൻസ്, ക്യാരക്ടറൈസേഷൻ. എൻ്റെ പൊന്നി ആ ഭാമിക ഗംഭീരയൊക്കെ ക്യാരക്ടറിനെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അതിൻ്റെ ഒരു വിഷമവും അതിൻ്റെ വേവും നമുക്ക് അതുപോലെ ഫീൽ ചെയ്യും. ഇതിൽ ഒരു സർവേ ത്രില്ലർ എന്നാണെങ്കിൽ ഒരു വേണമെങ്കിൽ പറയാം, ജയിലിൽ ചാടിയ കുറച്ച് പേര് അവന്മാരിങ്ങനെ ഓടിക്കൊണ്ടിരിക്കണതിൻ്റെ ഇടയിൽ നമ്മൾ വിചാരിക്കും ഈ ലോകേഷ് വഴിയെ പോണ വള്ളിയൊക്കെ വാങ്ങിച്ച് തലയിൽ കെട്ടി ബാക്കിയുള്ളവന്മാരെ കുരുതി കൊടുക്കണമെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ അയാൾ അങ്ങനെ ചെയ്യണതിന് ഒരു കാരണമുണ്ട്. അത്രയും കിടിലായിട്ടാണ് എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങനെ പോയി പിന്നെ ഇയാളുടെ പോയിൻ്റ് ഓഫ് വ്യൂവിലൂടെ നമ്മൾ ഈ സിനിമ കണ്ട് മുന്നോട്ട് പോകുമ്പോഴേക്കും നമുക്ക് നമ്മുടെ ഇവിടെ സിസ്റ്റം ഓപ്പോസിറ്റായി തോന്നും, പോലീസുകാർ ഓപ്പോസിറ്റായി തോന്നും. പക്ഷേ ഇവന്മാർ കള്ളന്മാരാണ്, എന്നാൽ നമുക്ക് ഇവന്മാരുടെ സൈഡിലേ നമുക്ക് നിൽക്കാനും പറ്റുള്ളൂ. ഇവന്മാർ കാണിക്കണ മൊത്തം അൽക്കുലത്ത് പരിപാടിയാണ്. പക്ഷേ അവൻ ഒരു നന്മയുള്ള ഒരു ഗുണ്ടപ്പണിയാണ് ചെയ്യുന്നതെങ്കിലും ക്രിമിനലാണെങ്കിലും നന്മയുള്ള ക്രിമിനൽ, അങ്ങനത്തെ ഒരു സിനിമ. ഇതിൻ്റെ തുടക്കത്തിൽ ഒരു ചെറിയൊരു മർഡറുണ്ട്. പോലീസുകാരന്മാരും ഒറ്റ കലിപ്പ് പോകുന്നു. അതൊക്കെ എടുത്തു വച്ചിരിക്കുമ്പോഴേ എനിക്ക് മനസ്സിലായി ഇത് വേറെ ലെവലിലോട്ടാണ് ഈ സാധനം പോണേ എന്നുള്ളത്. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ലോകേഷിൻ്റെ ഇൻട്രോ, സഞ്ജന കൃഷ്ണമൂർത്തിയുടെ ക്യാരക്ടർ, ആ ഒരു എപ്പിസോഡ് കുറച്ച് വലിഞ്ഞു പോയി. പക്ഷേ എന്താണ് ലോകേഷ് കനകരാജൻ്റെ ക്യാരക്ടറിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അവിടെ കറക്റ്റായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത്, ഇതിലെ കഥാപാത്രങ്ങൾക്ക് ഗുണ്ടകളാണെങ്കിൽ പോലും അവർക്കൊരു ഭംഗി ഉണ്ട്. അത് ആ എഴുത്തിൻ്റെ ഭംഗിയാണ്. അതുപോലെ തന്നെ ഈ ലേഡി ക്യാരക്ടേഴ്സും അവരും അത്രയും പവർഫുള്ളായിട്ടാണ് എഴുതി വെച്ചിരിക്കുന്നത്. പല ഇത് കാണുമ്പോൾ നമുക്ക് ചിലപ്പം കുറച്ച് തക്ക് ലൈഫും കുറച്ച് അഭിമന്യുമൊക്കെ ചിലയിടത്ത് ഫീൽ ചെയ്യും. പക്ഷേ സാധനം അതല്ല. ഇത് വന്നിട്ട് ഇവരുടെ ഒരു എപ്പിസോഡ് കഴിഞ്ഞിട്ടാണ് വാമിക വരുന്നത്. വാമികയുടെ ഇവൻ്റുമായിട്ടുള്ള ഒരു കെമിസ്ട്രി, ആ ബോണ്ടിങ്, ആ ലവ്, ആ പെയിൻ അത് നമുക്ക് ഫീൽ ചെയ്യും.
അത് ഫീൽ ചെയ്യും ചെയ്യും. പലയിടത്തും നമുക്ക് ഇമോഷണലി നമുക്ക് ഹൈ ആവാനും പറ്റും. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ അത് നിസ പറഞ്ഞത് ഇൻ്റർവെൽ ബ്ലോക്കിന് അടുപ്പിച്ചാണോ അത്രയും സീനി എൻ്റെ പൊന്നി എലിവേറ്റ് ചെയ്ത് വെച്ചിട്ട് പറഞ്ഞാൽ ഗൂസ് ബംസ്. അതുപോലെ 1-2 ഇടങ്ങളിൽ നമുക്ക് അടിക്കും. 1-2 ഇടങ്ങളിൽ സെക്കൻഡ് ഹാഫിൽ ഈ പരിപാടി വരുന്നുണ്ട്. ഈ സീനുകൾ വരുമ്പോൾ ഇതെല്ലാം ഒരു പടി എൻഹാൻസ് ചെയ്യുന്നത് അനിരുദ്ധാണ് കേട്ടോ. അങ്ങനെ പോയിട്ട് കണ്ടു തീർത്ത് ഒരു റോ ആയിട്ട് ഭയങ്കര വയലൻ്റ് ആയിട്ട് അടിയും വെട്ടുമൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഇയാളുടെ ഫൈറ്റൊക്കെ കിടുക, അടി വെട്ട് വയലൻസ് പരിപാടി. അതിന് ചുമ്മാ കാണിക്കാൻ വേണ്ടിയിട്ട് ഇട്ടിക്കുന്നതല്ല. ഇപ്പം നായികയെ ഇൻട്രോഡ്യൂസ് ചെയ്യണം, അവിടെ ഒരു ഫൈറ്റ്, അങ്ങനെയല്ല. അത് സിനിമയായിട്ട് ചേർന്ന് പോകുന്നതാണ്, ക്യാരക്ടറുമായിട്ട് ചേർന്ന് പോകുന്നത്. അതാണ് എഴുത്തിൻ്റെ മികവെന്ന് പറയുന്നത്. അത് എഴുത്തിൻ്റെ മികവ്, അത് അതുപോലെ സ്ക്രീനിലേക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ടെക്നിക്കൽ ടീം അത്രയും നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ സിനിമ ഇഷ്ടപ്പെടണമെങ്കിൽ എനിക്ക് പലയിടത്തും KGF കണ്ടോട്ടുന്നത്, KGF പോലത്തെ സിനിമയല്ല ഇത്. KGFിൻ്റെ മേക്കിംഗ് ഒന്നുമല്ല. KGF കാണുമ്പോൾ നമുക്കൊരു പവർ ഉണ്ടാവുമല്ലോ, ആ പവർ ഈ പടത്തിലുണ്ട്. ആ പടം പലതരത്തിലുള്ള മറ്റേ ഈ ഒരു വില്ലേജ് പരിപാടി ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ, ഗുണ്ട സെറ്റപ്പ്, ലോക്കൽ ഗ്യാങ് മാർക്ക് വന്നിട്ടുണ്ടെങ്കിലും ഇത് ഭയങ്കര ഫ്രഷ്നെസ് ആയിട്ട് എനിക്ക് ഈ സിനിമ ഫീൽ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പ്ലോട്ടും ചെറിയ സീക്വൻസ് ഒക്കെ വേറെ സിനിമകളിൽ വന്നിട്ടുണ്ടെങ്കിൽ പോലും ഭയങ്കര ഫ്രഷായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. വാമിക ഗബ്ബി കിടിലൻ പെർഫോമൻസ്, കിടിലൻ ക്യാരക്ടർ. അതുപോലെ പിന്നെ തലൈവാസൽ വിജയുണ്ട്, ശരത് രവിയുണ്ട്, അരുൺ മതീശ്വരൻ ആണെന്ന് തോന്നുന്നു ഒരു പോലീസുകാരനായിട്ട്, ഒരു പാവപ്പെട്ട പോലീസുകാരനായിട്ട് എപ്പോഴും സ്പീക്കർ ഓൺ ചെയ്ത് വീഡിയോ കോൾ ചെയ്യണ ഓഡിയോ കോൾ ചെയ്യണ ഒരു പോലീസുകാരനായിട്ട് വന്നിട്ടുണ്ട്. നല്ല പെർഫോമൻസ് ആയിരുന്നു. പിന്നെ ദുരന്തർ കളവൻ്റെ ഗെറ്റപ്പിട്ടിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ SJ സൂര്യ കണക്കിക്കുന്ന ഒരു പോലീസുകാരുണ്ട്, അയാളെ പേര് എനിക്കറിഞ്ഞിട്ടുണ്ട്, ഞാൻ കുറേ തപ്പിയിട്ട് കിട്ടിയില്ല. കിടിലൻ പെർഫോമൻസ്. മുകേഷ് ജി സിനിമോട്ടോഗ്രാഫി, GK പ്രസന്ന എഡിറ്റിംഗ്, കണ്ണന് ആർട്ട് ഡയറക്ഷൻ, PC സ്റ്റണ്ട്, അരുൺ മതീശ്വരൻ തന്നെയാണ് കോസ്റ്റ്യൂം ഡിസൈനർ. ഓഹോ, വിനോദ് സുകുമാറിൻ്റെ മേക്കപ്പ് ഡെഡ് ബോഡിയൊക്കെ വെച്ചിരിക്കണുണ്ടല്ലോ, എന്ത് പെർഫെക്ഷനാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. വിനയ് ശ്രീധറിൻ്റെ ഓഡിയോഗ്രാഫി, ടെക്നിക്കൽ സൈഡും ഗംഭീര വർക്ക്. എന്തായാലും ലോകേഷ് സംവിധാനം ചെയ്ത ഒരു തൂക്ക് പടം നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന സമയത്ത് അവസാനം ലോകേഷ് എന്നെ അഭിനയിച്ച് അത് പുറത്തു കൊണ്ടുവന്നതായിട്ടാണ് എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ തോന്നിയത്. നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. ഞാൻ എന്തായാലും നിർബന്ധമായിട്ട് തിയേറ്ററിൽ പോയി കാണണമെന്നേ പറയുള്ളൂ. ആമസോൺ, ഫ്ലിപ്കാർട്ട്, അജിയോ, മിന്ത്ര മുതലായ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിലൊക്കെ കുറേ ഓഫർ ഡെയിലി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അറിയാതെ പോകുന്ന അത്തരം ഓഫറുകളൊക്കെ നമ്മുടെ വാട്സാപ്പ് ചാനലിൽ റെഗുലർലി അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ നമ്മളെ വാട്സാപ്പ് ചാനൽ ഒന്ന് ഫോളോ ചെയ്തോളൂ. ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്.